ഹായ് ഫ്രണ്ട്സ്, സുഖാണല്ലോ എല്ലാവർക്കും. ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്യാണ്, നാടൻ നെയ്യ്. അമ്മയാണ് ഉണ്ടാക്കുന്നത്. ഇതും അമ്മയുടെ സ്പെഷ്യലാണ്, ഇവിടെ ഉണ്ടാക്കാറുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് പാൽപ്പാട ആദ്യം എടുത്ത് വെക്കണം. ഇങ്ങനെ കുറച്ച് നാൾ ഇത് വേണ്ടി വരും, ഇത്രയും ആവാൻ വേണ്ടിയിട്ട്. എല്ലാ ദിവസവും നമ്മൾ എന്തായാലും പാൽപ്പാട ഉണ്ടാവും, അപ്പോൾ അത് എടുത്ത് വയ്ക്കുക. അതിന് ശേഷം കുറേ ആകുമ്പോൾ നമ്മളത് ഒരു മിക്സി ജാറിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലോട്ട് ഇടുക. എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് അടിച്ചെടുക്കണം. ഒരുപാട് നേരം അടിക്കരുത്, 2 സെക്കൻഡ് അടിച്ചാൽ മതി. അപ്പോൾ നമ്മൾക്ക് ഇതുപോലെ വെണ്ണ കിട്ടും. അപ്പോൾ വെണ്ണയായിട്ട് ഉപയോഗിക്കാം. അതിനുശേഷം നമ്മൾ ഈ വെണ്ണയെല്ലാം എടുത്ത് ശേഖരിച്ച് വയ്ക്കുക. അതിനുശേഷം അതിലെല്ലാ വെള്ളവും മാറ്റിക്കളയണം. കുറച്ചുകൂടെ വെള്ളം ഉണ്ടാവാൻ പറ്റില്ല. അപ്പോൾ എല്ലാം അങ്ങോട്ട് മാറ്റിക്കളയുക. അതിനുശേഷം ഇത് നമ്മൾക്ക് ഒരു പാത്രത്തിൽ വെച്ച് ചൂടാക്കിയിട്ട് ഇങ്ങനെ നെയ്യാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അതിനുശേഷം നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, കരിയാനൊന്നും പറ്റില്ല. അതിനുശേഷം ഇപ്പം നെയ്യ് ഇങ്ങനെ തെളിഞ്ഞ് വരും. അപ്പോൾ അതുവരെ നമ്മൾക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എളുപ്പമാണ് ഇതുണ്ടാക്കാൻ, പക്ഷേ ആ പാൽപ്പാട എടുത്ത് വെക്കുന്നത് കുറച്ച് സമയം ഡെയിലി നമ്മൾക്ക് എടുത്ത് വെച്ച് ഇങ്ങനെ കളക്ട് ചെയ്ത് അത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അതിനുശേഷം ഒരുമിച്ച് ഉണ്ടാക്കാം. അപ്പോൾ ഇത് കുറച്ചായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇതിങ്ങനെ കുറച്ച് ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് നിർത്താം. ഇതുപോലെ ആവും. അപ്പം നെയ്യ് നമ്മുടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആ പാകം ആവുമ്പോഴാണ് നെയ്യാവുന്നത്. ഇനി ഇതിനെ തണുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചിട്ടൊരു പാത്രത്തിൽ വെച്ച് നമ്മുടെ നല്ല നാടൻ നെയ്യ് റെഡിയായിട്ടുണ്ട്. അപ്പം ഇത് വൈകുന്നേരം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ രാവിലത്തേക്ക് ശരിക്കും കട്ടിയായിട്ട് നമ്മുടെ മഞ്ഞ കളറിലുള്ള ആ നെയ്യുണ്ടല്ലോ, അത് തന്നെ കിട്ടും. ഇതേ കണ്ടോ, ഇത് അടുത്ത ദിവസം രാവിലെ എടുത്തതാണ്. ശരിക്കും ഇതിൻ്റെ മണം തന്നെ നല്ലൊരു രസമാണ്. അപ്പം അതേപോലെ തന്നെ ടേസ്റ്റും, നമ്മുടെ മായങ്ങളൊന്നും ചേർക്കാതെ ആയിട്ടുള്ള നല്ല നെയ്യാണ്. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.